ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിന് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നത്. ഈ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പല രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ മെയിനായിട്ട് എക്സാമിന് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് വരുന്നതാണ് പ്രൊഡക്റ്റ് മെത്തേഡിൽ എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യന് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നോക്ക്, നമുക്ക് മന്തും തന്നിട്ടുണ്ട്, അതേപോലെ വിഡ്രോ ചെയ്ത് കുറച്ച് എമൗണ്ട്സും തന്നിട്ടുണ്ട്. ഇങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും എന്തായിരിക്കും, പ്രൊഡക്റ്റ് മെത്തേഡിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 തന്ന എമൗണ്ട്സും അതേപോലെ തന്നെ തന്ന മന്തും നമ്മൾ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതാം. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള 2 കോളം വരയ്ക്കാം. ഒന്ന് പീരീഡും കൊടുക്കുക, അതേപോലെ പ്രൊഡക്റ്റും കൊടുക്കുക. പീരീഡ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ഏതാന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന 31 ഡിസംബർ വരെയാണ് ക്ലോസിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ജനുവരി 1 മുതൽ 31 ഡിസംബർ വരെയുള്ളതാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെതും വെച്ച് നോക്കാം. ഇപ്പോൾ ഫെബ്രുവരി 28 ആണ് അല്ലേ, ഫെബ്രുവരി 28 മുതൽ ഡിസംബർ 31 വരെയുള്ളത് എത്ര മന്ത് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാ, ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 28 ഫെബ്രുവരിയാണ്. അപ്പോൾ 28 നമ്മൾ ഫെബ്രുവരി ഉള്ളത് നമ്മൾ ഫെബ്രുവരി കൂട്ടണ്ട, അതിന് ശേഷമുള്ളത് മാർച്ച് മുതൽ ഉള്ളത് എണ്ണീറ്റ് ഡിസംബർ വരെയുള്ളത് നോക്കാം. അപ്പോൾ എത്ര മന്താണ് വരുന്നത്, 10 പീരീഡ്സ് ആണ് വരുന്നത്, അത് 10 ആയി. ഇപ്പോൾ മെയ് 1 ആണ്. അപ്പോൾ മെയ് 1 ആകുമ്പോൾ ആ മന്ത് നമ്മൾ എന്താക്കണം, കൂട്ടണം. അപ്പോൾ ആ മന്ത് കൂട്ടിയിട്ട് ഡിസംബർ 31 വരെ ആകുമ്പോൾ എത്ര മാസമാവും, 8. ജൂലൈ 6, ഓഗസ്റ്റ് 30 ആണ്. അപ്പോൾ ഓഗസ്റ്റ് കൂട്ടേണ്ട, ഓഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ മുതലുള്ളത് 4, അതേപോലെ തന്നെ സെപ്റ്റംബർ 31 ആണ് തന്ന 3. ലാസ്റ്റ് വിഡ്രോ ചെയ്തത് ഡിസംബർ 31 ആണ്. നമ്മൾ ക്ലോസിംഗ് പീരീഡ് എന്ന് പറയുന്നത് എത്ര, ഡിസംബർ 31 അല്ലേ, അത് വരെ ഏതെങ്കിലും മന്ത് പീരീഡ് ഡ്യൂറേഷൻ ഉണ്ടോ, ഇല്ല. അപ്പോൾ അത് 0 ആണ്. ഓക്കെ, എന്നാൽ അങ്ങനെ നമ്മൾ പീരീഡ് കോളത്തിൽ ഓരോന്നും എഴുതി കഴിഞ്ഞു ഇല്ലേ. അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് അടുത്ത കോളം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കോളാണ്. പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമൗണ്ടിനോട് പീരീഡ് ഇൻറ്റു ചെയ്യാം. നമ്മൾ ഫസ്റ്റത്തെ നോക്കാം, വിഡ്രോ ചെയ്തത് 3000 ആണ്. 3000നോട് 10 ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും, 30,000. അതേപോലെ ഓരോന്നും പ്രൊഡക്റ്റ് കോളത്തിൽ ഇൻറ്റു ചെയ്തിട്ട് എഴുതാം. എന്നിട്ട് പ്രൊഡക്റ്റ് കോളം ഫുള്ള് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,04,000 കിട്ടും. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം ഓഫ് ദ പ്രോഡക്റ്റ് ഇൻറ്റു 1/12 ഇൻറ്റു റേറ്റ് ബൈ 100. ഇതാണ് നമുക്ക് തന്ന ഈ ക്വസ്റ്റ്യനിലുള്ള ആൻസർ വെച്ച് നോക്കാം. നമുക്ക് 1,04,000 ആണ് വന്നത്, ഇൻറ്റു 1/12. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ റേറ്റ് തന്നിട്ടുണ്ട് 15% ആണ്. അപ്പോൾ 15/100 ചെയ്യാം. 15/100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1,300 ആണ് നമ്മളതെന്ത് ഇൻട്രസ്റ്റ് ഓഫ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ.